ബി.ജെ.പി. ഏവൂർ തെക്ക് 2-3 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ്, ചികിത്സാ സഹായ വിതരണം, ആദരവ്, പഠനോപകരണ വിതരണം എന്നിവ സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കീഴിലുള്ള ഏവൂർ തെക്ക് 2-3 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ്, ചികിത്സാ സഹായ വിതരണം, ആദരവ്, പഠനോപകരണ വിതരണം എന്നിവ ഏവൂർ തെക്ക് NSS കരയോഗം ഹാളിൽ സംഘടിപ്പിച്ചു. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുകയും ആദരവ്, ചികിത്സാ സഹായ വിതരണം എന്നിവ നിർവഹിക്കുകയും ചെയ്തു. ആരാണോ ഈ ഭീകര കൃത്യത്തിന് നേതൃത്വം കൊടുത്തത്, ആരാണോ ഇവരുടെ പിന്നിൽ പ്രവർത്തിച്ചത്, തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകും എന്ന് പറയാൻ കാരണം നമ്മുടെ രാജ്യം സുസജ്ജമായി സുദൃഢമായിട്ട് നിലനിൽക്കണം. നാളെ നമ്മുടെ പട്ടാളക്കാരുടെ ജീവൻ അത് സാക്ഷാത്കാരത്തിലൂടെ മുന്നോട്ട് പോകണം. അവർ ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനം കാത്തു സംരക്ഷിക്കണം. അതിൽ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ഇസ്ലാമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. എല്ലാ മതത്തിലും പെട്ടവർ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും രാജ്യസ്നേഹമുണ്ട്. എന്നാൽ ഭീകരവാദികൾ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുകയാണ്. എന്താണ്? നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ സാധിക്കുമോ? കൊച്ചു കുട്ടികൾ ഇരിക്കുന്ന വേദിയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ, ഇതിനേക്കാൾ അപ്പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ പ്രധാനമന്ത്രിയായിരുന്നു. ആ പ്രധാനമന്ത്രിയുടെ തന്റെ പവറിന്റെ മുന്നിൽ പ്രൈം മിനിസ്റ്ററായി രാജ്യത്തിന്റെ കസേരയിൽ ഇരിക്കുമ്പോ ആ ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ എണീറ്റ് നിന്നുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം പറഞ്ഞു, ശ്രീമതി ഇന്ദിര, നിങ്ങൾ ദുർഗയാണ്. എന്തിനാണത് പറഞ്ഞത്? ദുർഗയെ പോലെ ശക്തിശാലിനിയായി അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാൻ, ധർമ്മം പുനഃസ്ഥാപിക്കാൻ നിങ്ങൾ ദുർഗയായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങളുടെ കൂടെ രാജ്യം മുഴുവനുമുണ്ട് എന്ന് രാഷ്ട്രീയത്തിന് അതീതമായി സംസാരിച്ച ആരാധനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ആ വാക്കുകൾ തന്നെയാണ് ഇന്ന് രാജ്യം മുഴുവൻ ഏറ്റെടുക്കേണ്ടത്. സ്കൂളുകളിൽ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് അഭിവാദ്യം അർപ്പിക്കണം. കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും കുട്ടികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് അധ്യാപകന്മാർ നേതൃത്വം കൊടുക്കണം. കാരണം എന്താണ്? എനിക്ക് രാഷ്ട്രീയമുണ്ട്, നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഒരൊറ്റ അമ്മ മാത്രമേ ഉള്ളൂ. ലോകത്തെവിടെയും നമുക്ക് വേറെ ഭൂമിയില്ല. നമ്മുടെ ഭാരതം, അത് നമ്മുടെ ഭാരതമാണ്, നമ്മുടെ അമ്മയാണ്. ആ അമ്മയെ സ്നേഹിക്കുന്ന, ഭാരതത്തെ സ്നേഹിക്കുന്ന മുഴുവൻ പട്ടാളക്കാരുടെ മുന്നിലും ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ട് വലിയവരാകാനുള്ള, വലിയ ദീർഘദൂരം നടക്കാനുള്ള ഈ പഠനോപകരണ വിതരണത്തിന്റെ പരിപാടിയിൽ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുന്നത്. കേരളത്തിനൊരു ചരിത്രമുണ്ട്. കേരളീയൻ എത്തിച്ചേരാത്ത രാജ്യങ്ങളില്ല. അതുകൊണ്ട് കായംകുളത്തിന്റെ മണ്ണിൽ നിന്ന് എന്റെ കുട്ടികൾ, നിങ്ങൾ കൊച്ചുകുട്ടികൾ നാളെ ലോകം അറിയപ്പെടുന്ന ആളുകളായി ഇതിൽ നിന്ന് പലരും മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് ഞങ്ങൾ ഈ കൊച്ചുകുട്ടികൾക്ക് നൽകുന്ന ഒരു ചെറിയ ആദരവ് മാത്രമാണ്. ഇനിയും വലിയ വലിയ രീതിയിൽ വളരെയധികം പഠിച്ച് മുന്നോട്ട് പോയി നിങ്ങൾക്ക് മുന്നേറാൻ സാഹചര്യം ഉണ്ടാകട്ടെ എന്നും ബി.ജെ.പി. പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് പമ്പ അധ്യക്ഷത വഹിച്ചു. 2-ാം വാർഡംഗം സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. എക്സൈസ് റിട്ടയർഡ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണപിള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാമദാസ് എന്നിവർ ചേർന്ന് പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗം ബിപിൻ സി ബാബു ഗുരുവന്ദനം നിർവഹിച്ചു. സുനിത രാജു, ആർ വിനോദ്, ബിജു ആമ്പക്കാട്, ബിപിൻ രാജ്, ഷിബു കാരാവള്ളിൽ, രാധാകൃഷ്ണൻ മിത്താൻ, ബാബു തട്ടാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. എസ് കൃഷ്ണകുമാർ കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.